ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ കരയാൻ നിൽക്കണ്ട. കാരണം എന്താ? ഇവിടെ സമ്പത്ത് അവസാന കാലമാവും കൊലച്ച് വരുന്ന. ഈ കൊലച്ച് വരുന്ന പ്രയോജനം അറിയില്ല. ഇപ്പൊ ചില വാഴ, ഈത്തപ്പഴം എത്ര കൊലയിലുണ്ടാകുക. അതേപോലെ ഇവിടെ സമ്പത്ത് കൊലക്കാനിരിക്കുന്നുണ്ട്. ആ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഊത്തിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ ഇഷ്ടം പോലെ വരും. കേൾക്കി, വിശുദ്ധമായൊരു വചനത്തിലുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖീഉൽ അർളു അഫ്ലാദ കബ്ദിഹാ. ഭൂമി ഛർദിക്കും. എന്തിനെ? ഭൂമിയുടെ കരളിൻ്റെ കഷ്ണങ്ങളെ ഛർദിക്കും. അഥവാ ഭൂഗർഭ വസ്തുക്കൾ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമിയെ കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ പിന്നെന്താ? വഅഖ്റജത്തിൽ അർളു, അങ്ങനെ ഭൂമി പുറത്തിടും ചെയ്തു. അസ്ഖാലഹാ, അതിൻ്റെ ഭൂഗർഭ വസ്തുക്കൾ സ്വർണ്ണവും വെള്ളിയും ഒന്നായിട്ട് പുറത്തു വരാൻ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ മിർഖാത്തിൽ അതിലേക്ക് ഈ ഹദീസിൽ ഇഷാറത്തുണ്ട്. ആ സൂറത്തിൽ പറഞ്ഞിട്ടോ. എന്തിനാണ് ഇവിടെ? അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ ഭൂമി അങ്ങ് പുറത്തേക്ക് അംസാലൽ ഉസ്തുവാന, വലിയ വലിയ തൂണുകളെപ്പോലെ, വലിയ വലിയ തൂണുകളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെ അതിൻ്റെ ഭൂഗർഭം. എന്താണത്? മിനദ്ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണ വെള്ളി സമ്പത്ത്. സ്വർണം വെള്ളിയും കൊലക്കാനിരിക്കുന്നു. അങ്ങനെ ഫയജീഉൽ ഖാത്തിലു, ഒരു കൊലയാളി വരും. ഫയഖൂലു, അവൻ പറയും, ഫീഹാദാ ഖതൽതു, ഇതിലാണോ ഞാൻ ആളുകളെ കൊന്നത്? വാപ്പാനെ കൊല്ലുന്നു സമ്പത്തിന് വേണ്ടി, മുതലാളിമാരെ അടിച്ചു കൊല്ലുന്നു സമ്പത്തിന് വേണ്ടി, അല്ലേ? ഓ, ഇതിൻ്റെ പേരിലാണോ ഞാൻ മനുഷ്യരെ കൊന്നത്? ഇഷ്ടംപോലെ സമ്പത്തിതാവടെ. കുടുംബബന്ധം മുറിച്ചവൻ വരും. കുടുംബബന്ധം മുറിക്കാറെന്താ? അനന്തര ഓഹരി വെക്കുമ്പോൾ തെറ്റിപ്പിരിയ. അത് വേറെന്തിൻ്റെ പേരിലൊക്കെ കുടുംബബന്ധം മുറിക്കുന്നതിൻ്റെ പേരില? സമ്പത്തിൻ്റെ പേരിൽ. ജ്യേഷ്ഠന്മാരോട് സഹോദരന്മാർ തെറ്റിയെടുക്കുക. എന്തേ കാരണം? സമ്പത്ത് ഓഹരി വെച്ചപ്പോൾ നമ്മൾ കരുതിയെടുത്ത് ആയില്ല. ഇയാൾ പറയും, എന്താ പറയാ? ഫീഹാദ ഖതഅ്തു റഹ്മി, ഈ ഒരു സമ്പത്തിലാണോ ആർക്കും വേണ്ട ഇഷ്ടം പോലെ ഭൂമി ഇതാ പുറത്തേക്ക് വലിച്ചിട്ടുണ്ട്, ഇതിലാണോ എൻ്റെ കുടുംബത്തിന് ഞാൻ തെറ്റിച്ചത്, എൻ്റെ കുടുംബ ബന്ധം ഞാൻ മുറിച്ചത്? മാഷാ. അപ്പൊ സമ്പത്തിൻ്റെ പിന്നാലെ പോവണ്ട, അതിവിടെ വരും. അതിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സമ്പത്ത് കിട്ടാൻ. പിന്നെ സാരിഖു, കള്ളൻ വരും. ഫയഖൂലു, അവൻ പറയും, ഫീഹാദാ ഖുതിഅത് യദി, ഇതിൻ്റെ പേരിലാണോ എൻ്റെ കൈ മുറിക്കപ്പെട്ടത്? കള്ളൻ്റെ കട്ടവൻ്റെ കൈ മുറിക്കണ്ടേ? ഫിഖിൽ പറഞ്ഞ നിബന്ധന പ്രകാരം ഇഷ്ടംപോലെ സമ്പത്ത്, ഇതിനു വേണ്ടി എൻ്റെ കൈ പോയത്. പിന്നെ സുമ്മയദഊനഹു, പിന്നെ ഓല് ഈ പറഞ്ഞ ആരും എടുക്കൂല, ഓരോ ഒഴിവായി നവർമൈൻഡായി തള്ളിക്കളയും. ആർക്കും വേണ്ട സമ്പത്ത്. ഫലാ യഖുദൂന മിൻഹു ശൈആ, റവാഹു മുസ്ലിം. അതിന് ഒരു ചുക്ക് കൊടുക്കൂല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സമ്പത്ത് ധാരാളമായി വരാൻ സമയമായി അവസാന കാലഘട്ടത്തിൽ. ആർക്കും വേണ്ടി വരില്ല. ഈ കാണുന്ന ഓട്ടക്കത്തിന നിസ്കാരം ഒഴിവാക്കി, നോമ്പ് ഒഴിവാക്കി, കുടുംബങ്ങൾ തെറ്റിച്ച് എല്ലാം എന്തിനാണ്? ലിൽ മാൽ, സമ്പത്തിന് വേണ്ടിയാ. വേണ്ടടോ, വേണ്ട. സമ്പത്തിൻ്റെ ആധിക്യം, സമ്പത്തിൻ്റെ വർധനവ് ഇവിടെ അടുത്ത് വരും. അതിനു വേണ്ടി നിർബന്ധമായ കടപ്പാടുകൾ ഒഴിവാക്കി. പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ മുത്തഅല്ലിമീങ്ങളൊക്കെ എന്താ കാശില്ല, പൈസ അല്ല, അതൊന്ന് ഓർത്തിരുത്തുകയാണ്. നിർത്തേണ്ട ആവശ്യമില്ല. സമ്പത്ത് കൊടുക്കും. അള്ളാഹു സമ്പത്തിൻ്റെ ഷർറായ വശമുണ്ട്,
ഹൈറായ വശമുണ്ട്, ഷർറായ വശത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി.